യാത്രക്കാർക്ക് വല്ലാത്ത സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ്. നമ്മൾ യാത്ര ചെയ്തെന്താ, ഒരു റോഡ് ഇപ്പോ നമ്മുടെ കരിങ്കല്ലത്താണ് അങ്ങാടില്ലേ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു വരുന്നത് അല്ലേ, എന്താ പറയുന്നത്, താഴേക്കോട് കരിങ്കല്ലത്താണല്ലേ ടൗണ്, നമ്മുടെ മെയിൻ ഹൈവേ. നമ്മളെ ജംഗ്ഷൻ എന്താ പറയാ, കരിങ്കല്ലത്താണ് ജംഗ്ഷന്ന് നമ്മൾ പെരിന്തൽമണ്ണന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് തിരിയണ്ടേ, അത് എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ പാലക്കാട് നിന്ന് വരികയെന്ന് വിചാരിക്കുക, റൈറ്റേക്ക് തിരിഞ്ഞ ഒരൊറ്റ വണ്ടിക്കാരെ നിർത്തി തരൂല, ഞാൻ പോട്ടെ എന്നാ പറയാ. ഈ സാധു ഏറ്റിട്ട് വെയിറ്റ് ചെയ്യാന്നല്ലാതെ ഒരാളിങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന തീരുമാനം നമ്മളെ വിടൂല, നമ്മളെയും വിടൂല. എന്തൊരു കാലല്ലേ. ആംബുലൻസ് തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്, അപ്പോഴാകും മറ്റവന്റെ ഭാഗം അവന്റെ വാഹനത്തിന്റെ സ്പീഡ് ഒന്ന് പരിശോധിച്ച് വിട്ടുകൊടുക്കൂല. സുബ്ഹാനല്ലാഹ്, എന്ത് ജഹാലത്താണ് ഇതൊക്കെ റബ്ബേ, എന്ത് വിവരക്കേടാണ് ഇതൊക്കെ. ആരെങ്കിലും വഴിയാത്രക്കാർ, ഏതെങ്കിലും സ്ട്രാൻഡഡ് ട്രാവലേഴ്സ്, നമ്മുടെ വഴിയാത്രകളിൽ ബസ് മുടങ്ങിയിട്ടോ മറ്റോ ഏതെങ്കിലും പെണ്ണുങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ വല്ല പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലും അകപ്പെട്ടാൽ, മആദല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, അല്ലെങ്കിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ്, കണ്ണൂരിലാണ്, നമ്മുടെ നഗരങ്ങളിലാണ്, ആലപ്പുഴയിലാണ്, എറണാകുളത്താ, എന്താ നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ സുരക്ഷിതത്വമുണ്ടോ? എന്താ നമ്മുടെ യാത്രക്കാർക്ക് ഏറ്റവും നല്ല സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാ. അദാബിന്റെ കഷ്ണമാണ് യാത്ര എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്ര വലിയ വാഹനത്തിൽ യാത്ര ചെയ്താലും സ്വന്തം കുടുംബം കൂടെയില്ലാതെ ഭക്ഷണം, ഇഷ്ടപ്പെട്ട തന്റെ ഭക്ഷണം, തന്റെ റാഹത്ത് അല്ലെ, യാത്ര പുറപ്പെട്ടാൽ മൂത്രമൊഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. എനിക്കെന്റെ പേരിലെത്തിയിട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അല്ലെ. കോഴിക്കോട് പോയി വന്നാലും പോവില്ല, അതിന്റെ പുറക്കെത്തിയിട്ടേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു തരം അദാബിന്റെ കഷ്ണമാണത്, ഒരു തരം പ്രയാസമാണ്. ആ പ്രയാസങ്ങളിൽ യാത്രക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് നിബിധങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്, വഴി സൗകര്യം ചെയ്തു കൊടുക്കണം. ഓട്ടോറിക്ഷക്കാരൊക്കെ റോഡിന്റെ പകുതിയിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കുക, വണ്ടി വരുന്നുണ്ടോ, വണ്ടി തിരിച്ചു വെച്ചിട്ട്. പിന്നാര ഓട്ടോറിക്ഷക്കാർ എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നോക്കിക്കൂടെ, ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ, തിരിക്കാൻ പറ്റുന്ന സ്ഥലമാണോ? തിരിഞ്ഞ് പകുതി നിന്നിട്ടൊരു നോട്ടാണ്, എന്തെന്നെ പോകാൻ സമ്മതിക്കൂലേ. സുബ്ഹാനല്ലാഹ്, ഇത്രയൊക്കെ അഹങ്കാരം വേണോ? 3 ചെറിയ ടയർമ പോകുമ്പോൾ ഒരു 4 പോരെ എത്രയൊക്കെ. അപ്പൊ ഇങ്ങനെ ദുൽമ ചെയ്യരുത്, അപകടം വരുത്തി വെക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അപകടകരമായി വാഹനം ഓടിക്കുന്നത്, വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന യാത്രകൾ, യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കുന്നത് ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ വഴിതടയിലും ഹർത്താലുകളാണ് നമ്മുടെ നാട്ടിലെ പ്രധാന ആഘോഷങ്ങൾ അല്ലെ. പ്രധാന ആഘോഷം ഇപ്പം അങ്ങനെയാണ്, വഴിതടയലും ഹർത്താലുകളും വാഹനം മുടക്കലും എറിഞ്ഞു പൊളിക്കലൊക്കെ. സുബ്ഹാനല്ലാഹ്, ചെയ്യാൻ പാടില്ല. യാത്രക്കാരെന്ത് പിഴച്ചു? വഴിയിലൂടെ പോകുന്നവൻ അവന്റെ നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം നിർവഹിക്കാൻ വേറെ എവിടെയോ ലക്ഷ്യം വെച്ചുള്ള യാത്രയിലാണ്. അവർക്കാണ് ഏറുകൊള്ളുന്നത്, അവരെയാണ് തടഞ്ഞു വെക്കപ്പെടുന്നത്, അവരുടെ വാഹനമാണ് നശിപ്പിക്കപ്പെടുന്നത്. എന്ത് ന്യായം, എന്ത് സംസ്കാരം! കേരളീയ സമൂഹത്തിന്റെ സാക്ഷരത ഇങ്ങനെയാണോ? നമ്മൾ ഒരു വേള ആലോചിക്കേണ്ട നേരമാണ്. നമ്മളൊക്കെ ആലോചിക്കുക, നമ്മളൊക്കെ അതിന്റെ ഭാഗവാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നു, നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഒരു മഹാൻ ഏത് യാത്ര പോകുമ്പോഴും അദ്ദേഹം ആളുകളോട് പറയും അത്രേ, ഈ യാത്രയുടെ നേതാവ് ഞാനാവണം, എന്നെ നിങ്ങൾ നേതാവാക്കണം. എന്തിനെന്നറിയോ? സർ എന്ന് പറഞ്ഞ സല്യൂട്ട് അടിക്കാനല്ല. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, സർദാർ ഖൗം കാ ഖാദിം ഹോത്താ ഹൈ. ഏതൊരു സമൂഹത്തിന്റെയും നേതാവ് ആ സമൂഹത്തിന്റെ സേവകനാണെന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്, ഇതാണ് ആഗ്രഹം. ഞാൻ അമീർ ആയിക്കോട്ടെ, അദ്ദേഹം സ്വാലി ആയിക്കോട്ടെ, നിങ്ങൾ ആയിക്കോളൂ. യാത്ര പോകുമ്പോൾ 3 ആൾ മിനിമം വേണമെന്നാണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത്. ദീർഘയാത്ര, നിങ്ങൾ ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് പോണ യാത്രയല്ല, ഒരു ദീർഘയാത്ര പോവാണ്, ദിവസങ്ങളെടുക്കുന്ന യാത്രയാണ്. ഒരാൾ പോവരുത്, 2 ആളും പോവരുത്, മിനിമം 3 ആൾ വേണമെന്നാണ് അല്ലെ. സലാഹത്ത് റക്ബുൻ, അതിൽ ഒരാളെ നിങ്ങൾ അമീറാക്കണം. മൂപ്പർ പറഞ്ഞു കൊടുത്തേ നിർത്താൻ പറ്റൂ. എവിടുന്ന പക്ഷേ അമീർ പറയട്ടെ, അമീറിന് വേണമെങ്കിൽ കൂടി ആലോചിക്കാം, പക്ഷെ അമീർ പറഞ്ഞാൽ എന്താണ് അത് തീരുമാനമാണ്, മറികടക്കാൻ പാടില്ല. ബസ്സിലൊക്കെ കയറിയ 4 ആൾ ഉംറക്ക് പോകുന്ന ഉസ്താദ്മാരെ അതിന്റെ ഇടങ്ങേറ് അറിയുള്ളൂ. ഉസ്താദേ മുദ്രയ്ക്കാൻ നിർത്തണ്ടേ, നിസ്കാരപ്പോ ഇവിടുന്ന, നമ്മൾ ഇവിടുന്ന അപ്പൊ നോമ്പുറക്കുക, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കും. അമീറിനൊരു തീരുമാനം ഉണ്ടാവും, അവിടെ എത്താൻ വിടൂല. അങ്ങനെ ചെയ്യരുത്, അക്ഷമ കാണിക്കരുത്, ഒരു അമീറിനെ അനുസരിക്കണം എന്നാണ്. ഇരിക്കട്ടെ, അദ്ദേഹം പറയും, എന്നെ നിങ്ങൾ അമീറാക്കുമോ, എന്നെ നിങ്ങൾ നേതാവാക്കുമോ? അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ, നിങ്ങളാണ് അമീർ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അമീറായാൽ പിന്നെ ഭക്ഷണത്തിന് നേരമായാൽ ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത് ഇദ്ദേഹം.
യാത്ര പോകുന്ന വാഹനങ്ങൾ യാത്ര ഇറങ്ങിയാൽ ആ വാഹനങ്ങളെ പാർക്ക് ചെയ്യുന്നത് മൃഗങ്ങളെ കെട്ടിയിടണ്ടേ, അത് ഇദ്ദേഹം ചെയ്യും. ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ കാവൽ നിൽക്കും ഇദ്ദേഹം. മരുഭൂമിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കും. ആരെങ്കിലും ഉറങ്ങുമ്പോൾ ദേഹത്ത് നിന്ന് പുതപ്പ് നീങ്ങിപ്പോയാൽ ഇദ്ദേഹം ചെന്ന് പുതച്ചു കൊടുക്കും. ഞാൻ അമീറാണ്, നേതാവാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് അമീർ. അതിനാണ് അദ്ദേഹങ്ങൾ എന്നാക്കും അമീർ എന്ന് ചോദിക്കുന്നത്. കാരണം ഹബീബിന്റെ സുന്നത്താണത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനസേവകനായിരുന്നില്ലേ? ഞങ്ങൾ അങ്ങനെയല്ലേ? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെല്ലുമായിരുന്നു. കാരണം അന്ന് അറേബ്യയിൽ ആണുങ്ങളാണ് പാല് കറക്കുക. മൃഗങ്ങളുടെ പാല് കറക്കുന്ന പണി പെണ്ണുങ്ങൾ ചെയ്യാറില്ല എന്നാണ്. ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ ചെയ്യൂല എന്ന് പറയല്ലേ. അറേബ്യയിലെ കഥ അങ്ങനെയാണ്. അറബികൾ ആണുങ്ങളായിരുന്നു പെണ്ണുങ്ങൾ ചെയ്യാറില്ലായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. ആ വീട്ടുകാർക്ക് കുടിക്കാനുള്ള ഭക്ഷണം ആടുകളുടെ പാലാണ്. അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നു ഖബ്ബാബ് എന്നവർ യാത്രയിലാണ്, വീട്ടുകാർക്ക് പാല് കറക്കാൻ പിന്നെ അറിയില്ല, ആണുങ്ങൾ ആ വീട്ടിലില്ല. റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി വന്ന മുത്തുനബി തങ്ങൾ നടന്നു പോകുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. ചോദിച്ചു, നിങ്ങളുടെ ആടുകൾ എവിടെ? ദാ നബിയേ, ഇതാണ് ഞങ്ങളുടെ ആട്ടിൻകൂടി, ഇതാണ്. തങ്ങൾ ചെന്ന് നോക്കി ആടിനെ ആടുകളെ പാല് കറക്കാൻ നബി തങ്ങൾ ചെല്ലുമ്പോൾ ആടുകളിൽ ഒന്നൊഴികെ എല്ലാം ഗർഭിണികളാണ്. അങ്ങനെ ഒരാടെ നബി തങ്ങൾക്ക് പാല് കറക്കാൻ കിട്ടിയുള്ളൂ. നബി തങ്ങൾ വലിയ പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കറന്നു നോക്കുമ്പോ ഈ ആടുകൾ മുഴുവൻ ചുരത്തിയാൽ കിട്ടുന്ന അത്ര പാല് ഈ ഒരൊറ്റ ആടിന്റെ അകിടിൽ നിന്ന് വന്നു. അഷ്റഫുൽ ഖൽഖിന്റെ ബറക്കത്തുള്ള കൈ അങ്ങോട്ട് ചെന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ആ വീട്ടുകാർക്ക് പാല് കറന്നു കൊടുത്തിരുന്ന പണി ചെയ്തിട്ടുണ്ട്. ആര്? ലോകത്തിന്റെ ഗുരു, ഒരാത്മീയ ലോകത്തിന്റെയും 20 ഭൗതിക രാജ്യങ്ങളുടെയും അധിപനായിരുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് തന്റെ അനുചരന്മാരിൽ ഒരു അനുയായിയുടെ വീട്ടിലെ ആടിന്റെ പാല് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കൈയിന്റെ ബറക്കത്ത് കൊണ്ട് പാലങ്ങട്ട് വർദ്ധിച്ചു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. ആ പാല് കറക്കുന്ന ജോലി ഖബ്ബാബ് തങ്ങൾ തന്നെ ചെയ്തു. ആ ആടിന്റെ പാൽ നോക്കുമ്പോ പഴയ അത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈയും ഖബ്ബാബ് തങ്ങളുടെ കൈയിന്റെയും വ്യത്യാസം അള്ളാഹു കാണിച്ചു തരികയാണ് അവിടെ. റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത സേവനമാണത്. അതുകൊണ്ടാണ് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്ന ഈ സംഭവത്തിൽ ആ സ്വാലിഹായ മനുഷ്യൻ എന്നെ നേതാവാക്കണം എന്ന് പറയുന്നത് ഞാൻ ചെയ്തു തരാം. നേതാക്കന്മാർ സുഖിച്ചിരിക്കാനുള്ളവരല്ല, ജോലി ചെയ്യേണ്ടവരാണ്, അധ്വാനിക്കേണ്ടവരാണ്, പരിചരിക്കേണ്ടവരാണെന്ന പാഠം ഇവിടെയുണ്ട്. ഇത് ഇബാദത്താണ്. നാളെ പരലോകത്ത് മിൻ അഹ്വാലി യൗമിൽ ഖിയാമ, മൂക്കച്ചം വരെ വിയർപ്പിൽ മുങ്ങുന്ന മഹ്ശറായുടെ പ്രയാസങ്ങളിൽ രക്ഷപ്പെടാനുള്ള വഴി പാവപ്പെട്ടവനെ സഹായിക്കലാണെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ് ഈ പാവപ്പെട്ട സാധുവായ മനുഷ്യൻ നിർവഹിക്കുന്നത്. ആളുകളൊക്കെ ഉറങ്ങുമ്പോ ഇദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കും. ഉറങ്ങിക്കോളൂ, ഞാൻ കാവലുണ്ട്, പേടിക്കാണ്ട് ഉറങ്ങിക്കോ. അതാണ് ആ നേതാവ്. നേരമായാൽ എല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇദ്ദേഹം. യാത്ര പോകുന്ന വാഹനങ്ങൾ റെഡിയാക്കി നിർത്തും. പോകാൻ നേരമായാൽ വിശ്രമമില്ല. ആ മനുഷ്യനാണ് മരിക്കുന്നത്. ആ മനുഷ്യൻ മരിച്ചപ്പോഴാണ് മക്തൂബൻ അലാ ജിസ്മിഹി, തന്റെ ശരീരത്തിന്റെ മീതെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു ബറാഅത്തുൻ ലഹു മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിതനാണെന്ന രേഖയാണിത്. അല്ലാഹു നൽകുന്ന അടയാളമാണിത്. നരകം തൊടില്ല എന്ന് മക്തൂബുൻ അലാ ജസദി, ശരീരത്തും എഴുതി വെക്കപ്പെട്ട പോലെ. കുളിപ്പിക്കാനെടുത്തു. മയ്യിത്ത് കുളിപ്പിക്കുമ്പോ അവരൊക്കെ വിചാരിച്ചു എഴുത്തും മാഞ്ഞുപോയെന്ന് വിചാരിച്ചു. നോക്കുമ്പോ തൊലിയുടെയും മാംസത്തിന്റെയും ഇടയിൽ നമ്മൾ ടാറ്റു ചെയ്യുന്ന പോലെ, പച്ച കുത്തുന്ന പോലെ ആ തൊലിന്റെ ഉള്ളിൽ ചെന്നിട്ട് പതിഞ്ഞു ഈ എഴുത്ത് ബറാഅത്തുൻ ലഹു മിനന്നാർ.
ഈ മനുഷ്യന്റെ ശരീരം ഇനി നരകത്തിലേക്കല്ല, ഇത് സ്വർഗത്തിലേക്ക് പോകുന്ന ശരീരമാണെന്ന് ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യപ്പെട്ട പോലെ ഞങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ലോക പ്രശസ്തനായ ആലിമും മില്യൺ കണക്കിന് പേജുകൾ സ്വന്തം കൈകൊണ്ടെഴുതിയ, താൻ എഴുതാൻ ഉപയോഗിച്ച പേന ചുരണ്ടിയ ആ അവശിഷ്ടങ്ങളെ കൊണ്ട് തന്നെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കണമെന്ന് വസിയത്ത് ചെയ്ത മഹാനായ പണ്ഡിതന്മാരിൽ പ്രഗത്ഭൻ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, മക്തൂബുൻ അലാ ജിസ്മി. എന്തേ ഇവർ ചെയ്തത്? നോക്കുമ്പോൾ ഏത് യാത്രയിലും മറ്റുള്ളവർക്ക് സേവനം, മറ്റുള്ളവർക്ക് ഖിദ്മത്ത്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.